ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ ഒന്നാമത്തെ ആയത്താണ് പറഞ്ഞത്, വിശദീകരിച്ചത്. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. എന്നിട്ട് ഇത്തഖില്ലാഹ് എന്ന് കൽപ്പിച്ചു. വലാ തുതി', ഇതെന്താണ്? ഇത് കൽപ്പനയാണ്, ഇത് വിരോധമാണ്, ഇത് അമ്രാണ്, ഇത് നഹിയാണ്. അവിടെ വിളിയിൽ ഈ യാ, അറബി ഭാഷയിൽ വിളിക്കാൻ, ഒരാളെ വിളിക്കാൻ പല അവ്യയങ്ങളുണ്ട്. യാ റജുൽ, യാ സെയ്ദ്, ഇങ്ങനെ. അതേപോലെ തന്നെ വേറെയുണ്ട് വാ, അതേപോലെ തന്നെ അയാ, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ആരെ പ്രയോഗിച്ചിട്ടുള്ളത്? യാ എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ. ഈ അലിഫ്ലാം ചേർന്ന് വന്ന് ഏതൊരു ഇസ്മിനെയും, അലിഫ്ലാം ചേർന്ന് വന്ന് ഏതൊരു ഇസ്മിനെയും വിളിക്കുമ്പോൾ യാ വെച്ച് വിളിക്കുകയാണെങ്കിൽ, ഇപ്പം അൽ റജുൽ എന്നല്ലേ, ഇതാണ് അർ റജുൽ. അലിഫ്ലാം ഇതൊരു ഇസ്മാണ്, റജുൽ. ഇതിനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ യാ റജുൽ എന്ന് വിളിക്കും, യാ റജുൽ എന്ന് വിളിക്കും. മനസ്സിലായോ? അതേസമയം അലിഫ്ലാം ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ യാ അർ റജുൽ എന്ന് വിളിക്കൂല. ശരി, അലിഫ്ലാം ചേർന്ന് വന്ന നാമത്തെ വിളിക്കണമെങ്കിൽ അതിന് മുമ്പിൽ ആര് വരും? അയ്യുഹ വരും. യാ അയ്യുഹ. യാ അർ റജുൽ എന്ന് വിളിക്കൂല, പിന്നെയോ യാ അയ്യുഹർ റജുൽ എന്നേ വിളിക്കുള്ളൂ. യാ അയ്യുഹർ റജുൽ. യാ സെയ്ദ് എന്ന് വിളിക്കും, യാ ഉമർ എന്ന് വിളിക്കും, യാ റജുൽ എന്ന് വിളിക്കും. പക്ഷേ അലിഫ്ലാം ചേർന്ന് വന്ന ഒരു ഇസ്മിനെയാണ് വിളിക്കുന്നത് എങ്കിൽ നേരിട്ട് എന്ത് വിളിക്കൂല? യാ റജുൽ എന്ന് വിളിക്കൂല. പിന്നെന്ത് വേണം? അതിനടിയിൽ ആരെ കൊണ്ടുവരണം? അയ്യുഹ കൊണ്ടുവരണം. ഇവിടെ നോക്കിയേ, യാ നബി എന്ന് വിളിക്കും, യാ നബി എന്ന് വിളിക്കും. പക്ഷേ അലിഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ യാ അൻ നബി എന്ന് നേരിട്ട് വിളിക്കൂല. പിന്നെ ആര് വരണം? അയ്യുഹ അതിനിടയിൽ വരണം. യാ അയ്യുഹൻ നബി. ഒരു ഇസ്മിന് മുന്നിൽ വെച്ച്, ഒരു ഇസ്മിന് മുന്നിൽ വെച്ച് അവിടെ യാ എന്നത് യാ അയ്യുഹൽ ഇൻസാൻ, അവിടെ ഒക്കെ അതാണ്. യാ അൽ ഇൻസാൻ പറയും, യാ ഇൻസാൻ എന്ന് പറയും. യാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഏ മനുഷ്യ എന്നാണ്. പക്ഷേ അലിഫ്ലാം വന്നാൽ യാ അയ്യുഹൽ ഇൻസാൻ മാ ഖറക ബിറബ്ബിക്കൽ കരീം, അങ്ങനെയാണ്. അറബി ഭാഷയിൽ അലിഫ്ലാം വന്ന ഒരു ഇസ്മിനെ മാത്രമേ നേരിട്ട് ഈ യാ കൊണ്ട് വിളിക്കുള്ളൂ. ആ ഇസ്മ ഈ ഇസ്മ. ഇതിപ്പോൾ അള്ളാഹ് എന്നുള്ളത് എന്താണ്? അൽ, പിന്നെ ഇലാഹാണ്. അൽ ഇലാഹാണ് അള്ളാഹ്. അൽ ഇലാഹ് എന്നതിനെ പ്രത്യേകമാക്കിയതാണിത് അള്ളാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ. സാക്ഷാൽ ആരാധ്യൻ്റെ പേരാണ് അള്ളാഹ്. ഇതിൽ അൽഫ്ലാം എന്നാണ്. നമ്മൾ യാ അള്ളാഹ് എന്ന് വിളിക്കും, യാ അള്ളാഹ്. യാ അയ്യുഹ അള്ളാഹ് എന്ന് വിളിക്കൂല ഒരിക്കലും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഷയത്തിലും ഏകനും പ്രത്യേകവുമാണ് എന്ന ഒരു വിഷയമാണ് അതിലുള്ളത് എന്ന് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിച്ചു. മനസ്സിലായ? ഇത് ഒരു സവിശേഷ വിഷയമാണ്. നമ്മളിങ്ങനെ ഈ ഒരു ഖിതാബിനെ, നിദായിനെ വിളിക്കുമ്പോൾ യാ അയ്യുഹൻ നബി. എന്തുകൊണ്ടാണ് ഈ അയ്യുഹ വരുന്നത്? യാ അയ്യുഹന്നാസ്. അലിഫ്ലാം ഇല്ലെങ്കിൽ യാ നാസ് എന്ന് പറയാം, യാ നാസ്. പക്ഷേ അന്നാസ് വന്നാൽ യാ അയ്യുഹന്നാസ്. അത് ഒരു ഇസ്മിൻ്റെ വിഷയത്തിൽ മാത്രമാണ് ഇതിൽ എന്തുള്ളൂ, അതിന് വ്യത്യസ്തമായിട്ടുള്ള വിളിയുള്ളൂ. അത് അള്ളാഹ് എന്നുള്ളതിനെ വിളിക്കുമ്പോൾ യാ അള്ളാഹ്. അറബി ഭാഷയിൽ അങ്ങനെയാണ്. അലിഫ്ലാമുണ്ടോ അയ്യുഹ വരണം. യാ അബ്ദൽ ഖാദർ എന്ന് വിളിക്കാം. അബ്ദൽ ഖാദർ എന്നുള്ളിടത്ത് അലിഫ്ലാമില്ല, അബ്ദ എന്നുള്ളതിൽ അലിഫ്ലാമില്ല, അബ്ദ എന്നാണ്. യാ അബ്ദൽ ഖാദിർ, യാ അബ്ദൽ ജബ്ബാർ, അങ്ങനെ വിളിക്കുക. പക്ഷേ അലിഫ്ലാം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കൂല. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത്തഖില്ല, തഖ്വയുള്ളവനാകി എന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഖ്വല്ലേ?
ഒരു സംഭവത്തിന് അതിന് 3 കാലങ്ങളുണ്ട് അല്ലേ? ഒന്ന് ഭൂതം മാദി, പിന്നെ ഒന്ന് ഹാൽ എന്താ വർത്തമാനം, പിന്നെ ഒന്ന് മുസ്തഖ്ബൽ എന്താ ഫ്യൂച്ചർ. ഒരു സംഭവം ഇപ്പം ജാ വന്നു, യജി വരുന്നു, പിന്നെ വരും മുസ്തഖ്ബൽ യജി തന്നെ, മാദി ഹാൽ മുസ്തഖ്ബൽ. ഇങ്ങനെ 3 കാലുണ്ടല്ലോ. ഏതൊരു സംഭവത്തിനും ഇങ്ങനെ 3 കാലുണ്ട്. ചേർത്ത് പറയാതിരിക്കാം. സൗഫ പറയും, സാ പറയും, സീന് പറയും. അതൊക്കെ അടിസ്ഥാനം ഇല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പോൾ ജാ വന്നു, യജീഉ വരുന്നു, വരും അല്ല. വർത്തമാന ഭാവി കാലക്രിയയാണ് ഏത്? അൽഫിഉൽ മുദാരി. വർത്തമാന ഭാവി കാലക്രിയയാണ് അൽഫിഉൽ മുദാരി. ഈ വരുന്നതിനെ ഒന്ന് ഉറപ്പിക്കാനാണ് ഒന്നുകിൽ സീൻ സയജി അല്ലെങ്കിൽ സൗഫ വഴിയെ വരും, അതൊന്ന് ഉറപ്പിക്കാനാണ്, തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ സീൻ അതിന് വേണ്ടിയിട്ടല്ല. ഫിഉൽ മുദാരി എന്താണ്? സ്വയമേവ എന്താണ്? ഇസ്തിഖ്ബാലിനെ അറിയിക്കും. ഇവിടെ ഇത്തഖില്ല എന്ന് കൽപ്പിച്ചപ്പോൾ ഉള്ളൊരു സംഗതിയാണ്, ഉള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുത്തഖി, സയ്യിദുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ സയ്യിദായവരാണ് ആര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബിയോടാണ് യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ല എന്ന് പറയുന്നത്. മാദിയിലുള്ളൊരു സംഗതിയാണ്. അത് ഹാലിലും മുസ്തഖ്ബലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലുണ്ട് യാ അയ്യുഹല്ലദീന ആമിനു ബില്ലാ. എന്താ യാ അയ്യുഹല്ലദീന ആമിനു? വിശ്വസിച്ചവരെ, ആമിനു ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ. ഉള്ള സംഗതിയാണ്. പക്ഷേ അങ്ങനെ കൽപ്പിക്കുമ്പോൾ ഇത് തജദ്ദുദിനെയാണ് അറിയിക്കുന്നത്. അത് സിയാദത്തിനെയാണ് അറിയിക്കുന്നത്. അതായത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ആമിനു, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ പുതുക്കണം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിർത്തണം. അതാണ്, കുറയാൻ പാടില്ല. പിന്നെയോ അതിന് നിങ്ങൾ വർദ്ധിപ്പിക്കണം, നിലനിർത്തണം എന്നുള്ളതാണ് അതിൻ്റെ പ്രയോഗം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ആമിനു ബില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വാസത്തെ അത് നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അതിനാണ് കൽപ്പന. ഇവിടെ അതാണ് യാ അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? തഖ്വയുള്ളവനാണ് അല്ലേ? പക്ഷേ ആ തഖ്വയെ എന്ത് ചെയ്യണം? നിലനിർത്തണം, അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഈ കൽപ്പനൻ്റെ ഒരു പ്രത്യേകത. ഇസ്തിദാമത്തിനും അതേപോലെ തന്നെ കസറത്തിനും തഖ്വ, ഇസ്തിദാമത്ത്, അതിലെന്ത് വേണം? നൈതികത വേണം. അതിങ്ങനെ കുറയാൻ പാടുള്ളതെല്ലാം തുടരണം. പിന്നെ കസറത്ത്, അതിൽ വർധനവുണ്ടായിരിക്കണം. തഖ്വയിൽ കുറവ് വരാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ഈ ഒരു കൽപ്പനയുടെ പ്രത്യേകത. ചിലർ പറഞ്ഞത് ഈ യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചെങ്കിലും ഇതിലെ കൽപ്പന നബിയോടല്ല, പിന്നെയോ ഇത് തദ്കീറും ബിൽ ആല അലൽ അദിനയാണ്. തദ്കീറും ബിൽ ആല അല്ലെങ്കിൽ ഖിതാബും ബിൽ ആല അലൽ അദിന. ആലയെ വിളിച്ചിട്ട് അതിനയോട് ഉള്ള അഭിസംബോധനയാണ്. ആല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നതമായത്, അതിന എന്ന് പറഞ്ഞാൽ താഴെയുള്ളത്. ആലയെ വിളിച്ചിട്ട് അതിനയോട് കൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴെയുള്ള ഉമ്മത്തികളോട് പറയുകയാണെന്ത്? ഇത്തഖില്ല എന്ന്. മനസ്സിലായി? അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഖിതാബും ബിൽ ആല അലൽ അദ്ന അല്ലെങ്കിൽ തംബീഹും ബിൽ ആല അലൽ അദ്ന. തംബീഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന അൽ ആല ഉന്നതിയിലുള്ളവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? അലൽ അദ്ന താഴേക്കിടയിലുള്ള ഉമ്മത്തികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപേക്ഷിച്ച് താഴേക്കിടയിലുള്ള ഉമ്മത്തികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് എന്ത്? ഇത്തഖില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല ഈ ഇത്തഖില്ല, പിന്നെയോ ഉമ്മത്തികളോടാണ്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത്? അതാണ് ഏറ്റവും ഉന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപേക്ഷിച്ച് താഴെയുള്ളവരെ ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ് ഇത്തഖില്ല. ചില വിളിയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരിക്കും ഉദ്ദേശം. ഇപ്പോൾ യാ അയ്യുഹൻ നബിയു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക് ലിമ തുഹരിം, അതാരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉദ്ദേശം. അതേസമയം ചില വിളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിയാകില്ല. ഉദാഹരണത്തിന് യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിൻ, നിങ്ങൾ തലാഖ് ചെല്ലുകയായാൽ ഇദ്ദ
അനുഷ്ഠിക്കാനുള്ള കാലം നോക്കിയിട്ട് തലാഖിലിടണം എന്നാണ്. യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ. ഏതാ ഇദ്ദ അനുഷ്ഠിക്കാനുള്ള കാലം? ശുദ്ധിയില്ലാത്ത അശുദ്ധിയില്ലാത്ത കാലത്താണ്. അതായത് സ്ത്രീ ഭാര്യ ആർത്തവ പീരീഡിലാകാൻ പാടില്ല. പിന്നെ ഭാര്യ ആർത്തവത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായി നിൽക്കുന്ന കാലത്താണ് തലാക്ക് പാടുള്ളൂ. ആ കാലത്ത് അവരായിട്ട് ബന്ധപ്പെടാനും പാടില്ല. ഭാര്യ കുളിച്ചതിന് ശേഷം അവരായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിൽ ആ ശുദ്ധികാലത്തെ തലാക്ക് പാടുള്ളൂ. അത് നോക്കിയിരിക്കണം ഒരാൾ തലാക്കിലണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടല്ല കൽപ്പിക്കുന്നത്, പിന്നെയോ അത് ഉമ്മത്തികളോടാണ് കൽപ്പിക്കുന്നത്. ചിലയിടത്ത് കൽപ്പന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരും, ഉമ്മത്തികളോടും വരും. ഏത് യാ അയ്യുഹൻ നബി എന്ന് വിളിച്ചിട്ട്, അതാണ് ഇവിടെ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ട്, ഉമ്മത്തികളെയും ഉദ്ദേശിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞത് ഉമ്മത്തികൾക്കല്ല ഇത്, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തഖീങ്ങളുടെ സയ്യിദായവരാണ്. അതുകൊണ്ട് ഇത് ആരോടാണ്? പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാത്രമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിഷയങ്ങൾ കുറേ പറഞ്ഞു. യാ അയ്യുഹൻ നബിയ്യു തഖില്ല. അതിൽ ചില ആളുകൾക്ക് ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇത്തഖില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാൽ ചൂളുകയോ പ്രയാസപ്പെടുകയോ ഞാൻ പിന്നെ നബിയാണ്, റസൂലാണ്, സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ ആണ്, എനിക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും പൊറുക്കപ്പെട്ടവരാണ്, എന്നിട്ട് എന്നോട് ഇത്തഖില്ലേ എന്നൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നൊരു ഭാവമാറ്റം അവസ്ഥയുണ്ടായില്ല. ആ ഒരു വിനയം ഇതിൽ നമ്മൾ വായിക്കേണ്ടതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയൊരു സൈന്യവുമായി മദീനയിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ മദീനയിലേക്ക് വരുമ്പോൾ വഴിയിൽ പിന്നെ ഒരു സ്ത്രീ ഉമറിനെ തടഞ്ഞു നിർത്തിയ ഒരു ചരിത്രം ഇവിടെ ഈ പ്രത്യേകം ഈ ഇത്തഖില്ല എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് തടഞ്ഞു നിർത്തിയിട്ട് ഉമറിനോട് സംസാരിക്കുകയാണ്. ഉമറിൻ്റെ കൂടെ ഒരു സൈന്യമുണ്ട്, ആ സൈന്യം മുഴുവൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ സ്ത്രീ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത് എന്താ? യാ ഉമർ കുൻത തുദ്അ ഉമൈർ ലമ്മ കുൻത സഗീറൻ. ഉമറെ, നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളെ ഉമൈർ എന്നാണ് പറഞ്ഞിരുന്നത്. ഉമൈർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഉമർ. ഉമർ എന്നുള്ളതിൻ്റെ തസ്ഗീറാണ് ഉമൈർ. ചെറിയ ഉമർ, കൊച്ചു ഉമർ. താങ്കൾ കുട്ടിയായിരുന്നപ്പോൾ താങ്കളെ ഉമൈർ എന്നാണ് വിളിച്ചിരുന്നത് ആളുകൾ. സുമ്മ ഖാലു ഉമർ, പിന്നെ അവർ ഉമർ എന്ന് പറഞ്ഞു. ലമ്മ കെബുർത്ത്, താങ്കൾ വലുതായപ്പോൾ. ഇപ്പം നിങ്ങളെ വിളിക്കണത് എന്താണ്? ഇപ്പം നിങ്ങളെ വിളിക്കണത് എന്താ? അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കണത്. ഇപ്പം നിങ്ങൾ അമീറുൽ മുഅ്മിന. അതുകൊണ്ട് ഫത്തഖില്ലാഹ യാ ഉമറു, ഉമറേ ഇത്തഖില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, ഇദാ ഐഖന الرجل بالموت خاف الفوت واذا ايقن بالحساب خاف العذاب. ഇദാ ഐഖനൽ മർ, ഒരു മനുഷ്യൻ ഉറപ്പിച്ചാൽ, ബിൽ മൗത്ത് മരിക്കണം എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖാഫൽ ഫൗത്ത്, അയാൾ നഷ്ടത്തെ ഭയക്കണം. വ ഇദാ ഐഖന ബിൽ ഹിസാബ്, വിചാരണയുണ്ട് എന്നുള്ളത് ഒരാൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖാഫൽ അദാബ്, ശിക്ഷയെ അയാൾ ഭയക്കണം. മരണത്തിനെ കുറിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നഷ്ടമുണ്ട് എന്നുള്ളത് പേടിക്കണം. വിചാരണയുണ്ട് എന്നത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അദാബുണ്ട് എന്നുള്ളതിനെ ഉറപ്പിക്കണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഇത്തഖില്ലാഹ യാ ഉമർ, ഉമറെ അള്ളാഹിനെ സൂക്ഷിക്കുന്നു. അല്ലേ, അത് അമീറുൽ മുഅ്മിനീനാണ്, ഉമറാണ്, സൈന്യമാണ്. ഒരു കിളവിയാണ് തടഞ്ഞു നിർത്തിയിട്ട് പറയണത്. അപ്പോൾ പിന്നെ ആളുകളും ഈ സ്ത്രീയോട് കയർത്ത്, അമീറുൽ മുഅ്മിനീനെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ഞങ്ങളെ പ്രയാണത്തെ തടഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ കുറ്റപ്പെടുത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്കറിയുമോ ഈ അജൂസ്, ഈ സ്ത്രീ ആരാണ് എന്ന്? ഇവരുടെ സംസാരം സപ്തവാനങ്ങൾക്കുപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രവിച്ച് പ്രതികരിച്ച വ്യക്തിയാണിത്. ആരാ വ്യക്തി? ഖൗല ബിന്ത് സാലബ റളിയല്ലാഹു തആല അൻഹ. ഖൗല ബിന്ത് സാലബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭർത്താവ് ബിഹാർ നടത്തിയതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ? ആ സംസാരം ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് കേട്ട് പ്രതികരിച്ച മഹദിയാണിത്. ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തഖി ഇലല്ലാഹ്. ഖദ് സമിഅല്ലാഹ്, തീർച്ചയായും കേട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു. അല്ലാഹു യസ്മഉ തഹാവുറകുമ, നിങ്ങളുടെ സംവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. ആ ആകാശലോകങ്ങൾക്കുപരിയിൽ വെച്ച് അള്ളാഹു കേട്ട് പ്രതികരിച്ച മഹദിയാണിത്. പിന്നെ ഇവരെ കേൾക്കാൻ ഉമർ കാതു കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഉമർ സൈന്യത്തെ ശകാരിച്ചു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്.
ഉമറിനോട് നീ ഉമൈറായിരുന്നു, പിന്നെ ഉമറായി, പിന്നെ അമീറുൽ മുഅ്മിനീനായി, അതുകൊണ്ട് ഫത്തഖില്ലാഹ യാ ഉമറെ അള്ളാഹുവിൽ തഖ്വയുള്ളവനാക് എന്ന് പറഞ്ഞ വിഷയം. ഏതായാലും അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു സ്വഭാവപരമായ ഒരു വിഷയം ഞാനത് ഉണർത്തിയെന്ന് മാത്രം. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളെയും വഴിപ്പെട്ടു പോകരുത്, അനുസരിച്ച് പോകരുത്. നമ്മൾ ആ വിഷയം പറഞ്ഞു. ഈ ആയത്തിറങ്ങിയ ആളുകളുടെ വിഷയവും ആരായിരുന്നു ആ കാഫിറുകൾ, ആരായിരുന്നു ആ മുനാഫിക്കുകൾ, പിന്നെ അവരുടെ വിഷയങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കല്ല ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ആരുടെ വിഷയത്തിൽ? കല്ല എന്താ ഇതിൻ്റെ അർത്ഥം? കല്ല ഒരിക്കലും അല്ല. ലാ തുതിഉഹു എന്താ? ലാ തുതിഉഹു അവനെ അനുസരിച്ച് പോകരുത്. ആരെ അനുസരിച്ച് പോകരുത് എന്ന് പറയുന്നത്? അബൂജഹലിനെ. എന്ത് ഇപ്പോൾ എവിടെ ഈ ആയത്തുള്ളത്? കല്ല ലാ തുതിഉഹു എന്നുള്ള ആയത്ത് വരുന്നത് സൂറത്തുൽ അലഖിൽ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് സൂറത്തിൽ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കല്ല ലാ തുതിഉഹു, അവനെ അനുസരിച്ച് പോകരുത് എന്ന് പറയാണ്. ആരെ അനുസരിച്ച് പോകരുത്? അബൂജഹലിനെ. അബൂജഹൽ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ പരിസരത്ത് വന്നിട്ട് നിസ്കരിക്കുമ്പോൾ അബൂജഹൽ വന്നിട്ട് പറയാണ് ഇവിടെ നിസ്കരിക്കാൻ പാടില്ല, ഇവിടെ നിസ്കരിച്ചു പോകരുത്, നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തല ചവിട്ടി അരക്കും, പെരടിയിൽ കാല് വെച്ച് അമർത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. കഅബയുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ നിസ്കരിച്ചോളിയും അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കോളിയും എന്ന് പറയും. അതേപോലെ തന്നെ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുറുത. എവിടെ ആയത്തെ? സൂറത്തുൽ കഹ്ഫിൽ. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. നമ്മളുടെ ദിക്റിൻ്റെ വിഷയത്തിൽ നാം ഹൃദയത്തെ മൂടിപ്പൊതിഞ്ഞ ചില ആളുകളുണ്ട്, അശ്രദ്ധമാക്കിയവരുടെ ആളുകളുണ്ട്. വലാ തുതിഉ, എന്ത് ചെയ്ത് അത്തരം ആളുകളെ അനുസരിച്ച് പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ കേൾക്കണം, ആരെ കേൾക്കരുത്, ആരെ അനുസരിക്കണം, ആരെ അനുസരിക്കരുത് എന്നുള്ള വിഷയം ഉണർത്തിയിട്ടുണ്ട്. ഈ ആളുകൾ അവർ അന്യായമായത്, അനർഹമായത്, അംഗീകരിക്കാനാവാത്തത് കൽപ്പിക്കുന്ന അവസ്ഥ വന്നാൽ, ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞില്ലേ, ലാത്തയും ഉസ്സയെയും ഒക്കെ എന്ത് ചെയ്യണം, ഈ പരാമർശിക്കുന്നത് ഒഴിവാക്കണം. എന്നിട്ട് ലാത്തക്കും ഉസ്സക്കൊക്കെ ഷഫാഅത്തുണ്ട് എന്നുള്ളത് എഗ്രി ചെയ്യണം എന്നുള്ളത് ഈ അബൂ സുഫിയാനും ഇക്രിമയും അതേപോലെ അബുൽ ആവർ അസ്സുലമിയും പിന്നെ വന്ന് മദീനയിൽ റസൂലുള്ളാഹിൻ്റെ അമാൻ ചോദിച്ചു വന്നിട്ട് പിന്നെ മദീനയിലെത്തിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അതേപോലെ തന്നെ തുഅമ ഇബ്നു ഉബൈരിഖ്, ജിദ്ദ് ഇബ്നു ഖൈസ് പോലുള്ള മുനാഫിഖീങ്ങളെ കണ്ട് അവരോടൊത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനിത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ എന്നുള്ള ആയത്തിനെ അവതരിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. നമ്മൾ പറയും ഇന്ന എന്ന് പറയുന്നത് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്, തോക്കീദിനാണ്. പക്ഷെ ഒപ്പം തഅലീലിനാണ്. ഇത്തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ എന്ന് പറഞ്ഞ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാന അലീമൻ ഹകീമ. എന്താ ഈ കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നർത്ഥം? അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമോ? അള്ളാഹു ആയിരുന്നു അലീമൻ ഹക്കീമ? ല, ഭയങ്കര തെറ്റാണ്. പിന്നെയോ കാന ദവാമിനെയും ഇസ്തിമ്രാറിനെയാണ് അറിയിക്കുന്നത്, മാദിയല്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാന അലീമൻ ഹക്കീമ. കാഫിറൂൻ മക്കിയത്തായ സൂറത്തല്ലേ, ഇത് മദനിയത്തല്ലേ? കാഫിറൂൻ സൂറത്ത് ഇറങ്ങിയതും ഇവിടെയാണ് ബലില്ലാഹ ഫഅബ്ദു വകും മിനസ് സാജിദീൻ ഖുൽ അതഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ ബലില്ലാഹ ഫഅബ്ദു വകും മിനശ് ശാകിരീൻ. എവിടെയാണ് ആയത്ത്? സുമറിൽ അതഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ജാഹിലീങ്ങളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച ഒരു വിളിയുള്ളൂ, അയ്യുഹൽ ജാഹിലൂൻ. അതേപോലെ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ച വിളിയും, യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ചില്ലേ, കാഫിരീങ്ങളെ എന്ന് വിളിച്ചില്ലേ, ഇങ്ങനെ ഒരു വിളി വിശുദ്ധ ഖുർആനിൽ ഒരിടത്തുള്ളൂ. ഈ രണ്ടും ഒപ്പാണ് ഇറങ്ങിയത്, സൂറത്തുൽ കാഫിറൂനും സുമറിലെ ആ 3 ആയത്തുകളും. അത് വിളിക്കാൻ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ,
ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയാണ്, മുഹമ്മദ് ഞങ്ങൾ വലിയൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സമ്പത്ത് വേണോ ആ സമ്പത്ത് ഞങ്ങൾ തരാം. നിങ്ങൾ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറും. നിങ്ങൾക്ക് ഈ മക്കയിലെ സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിച്ചു തരാം, ഞങ്ങൾ കഴിച്ചു തരാം. അല്ലെങ്കിൽ സവ്വദിനാക്കാം, ഞങ്ങൾ നിങ്ങളെ നേതാവാക്കാം. നതൗ അഖിബക്, ഞങ്ങളെ നേതാവാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ പിന്നിൽ അണിചേരാം. പിന്നെ ഇങ്ങനെ 3 കാര്യങ്ങൾ ഓഫർ ചെയ്യാണ്. ആ ഓഫർ ചെയ്യാൻ എന്താ വേണ്ടത്? കുറച്ചു കാലം നിങ്ങൾ പറയുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, കുറച്ചു കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുക. അതാണ് അവർക്ക് വേണ്ടത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒരു കൊല്ലം അള്ളാഹിനെ അവർ ആരാധിക്കുക, അടുത്ത കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഇശ്റിക്കിലേക്ക് വിളിക്കുകയാണ് അവർ. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. അത് ഇറക്കി. ഒപ്പം ഈ ആയത് ഖുൽ അതഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഈ മാരി ഏർപ്പാടായിട്ട് വന്നവരോട് പറയണേ, ജാഹിലിങ്ങളെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കൾക്കും മുമ്പുള്ളവർക്കും വഹി നൽകിയിട്ടുണ്ട്, ശിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അമലുകൾ പൊളിഞ്ഞു പോകും, നഷ്ടക്കാരിൽ അകപ്പെടുകയും ചെയ്യും. എന്നിട്ട് പറയണം വലില്ലാഹ ഫഅ്ബുദ്, ലാത്തയും ഉസ്സയല്ല, പിന്നെ വലില്ലാഹ ഫഅ്ബുദ്, അള്ളാഹനെ മാത്രം ആരാധിക്കൂ, വകും മിന ശാകിരീൻ, അള്ളാഹുവിനെ ശുക്റുള്ളവരിൽ ഉൾപ്പെടൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് വേറെ വിഷയം എന്നല്ല. ഇവിടെ ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് കൽപ്പിക്കുന്നത്, ഇതുകൊണ്ട് വിരോധിപ്പിക്കുന്നത് അള്ളാഹു ആരായതുകൊണ്ടാണ്? അള്ളാഹു ഇൽമുള്ളവനും ഹിക്മത്തുടയവനുമായതുകൊണ്ടാണ്. ഇൽമും ഹിക്മത്തും, ഇൽമ് അറിവാണ്, ഹിക്മത്ത് എന്താണ്? യുക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഇൽമ് ഇത് രണ്ടും ഉണ്ടല്ലോ, അലീമുൻ ഹക്കീമും പരസ്പര പൂരകങ്ങളാണ്. അതൊന്നൊന്നിനെ പൂർത്തീകരിക്കുന്നതാണ്. അല്ലേ? ഇൽമ് മാത്രം അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഇൽമും ഹിക്മത്തും ഉള്ളവനാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഫിഅ്ലു മാ യംബഗി കമാ യംബഗി ഫിൽ വഖ്തില്ലദി യംബഗി. അല്ലേ? ഒരു പ്രവൃത്തി അതിൻ്റെ സമയത്ത് വേണ്ട വിധം, വേണ്ട സമയം, വേണ്ട പോലെ പ്രവർത്തിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളവനാണ്. എല്ലാ മസാലിഹ്, നന്മകൾ, ഗുണപ്രദമായ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചും അതേപോലെ തന്നെ മഫാസിദ്, അപകടങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിവുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല ആ അറിവിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പ്രയോഗിക്കും വേണ്ട വിധം. ഇതുണ്ടല്ലോ പരസ്പര പൂരകം എന്ന് പറഞ്ഞാൽ, ഇപ്പം അൽ ഖവിയുൽ അമീൻ എന്ന് പറഞ്ഞേ, ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അൽ ഖവിയുൽ അമീൻ, ഒരു സൃഷ്ടികളുടെ ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ. അങ്ങനെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞില്ലേ, യാ അബതി ഇസ്തഅ്ജിർഹു, വാപ്പ, 2 പെൺകുട്ടികൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സൽപെരുമാറ്റത്തിൽ പിന്നെ അതിനെ അനുഭവിച്ച് അതിലാകൃഷ്ടരായിട്ട് പിന്നെ വാപ്പാനോട് എന്നിട്ട് പറയുന്നത്, വാപ്പ ഇസ്തഅ്ജിർഹു, അയാളെ നമുക്ക് വീട്ടിൽ വേലക്ക് കൂലിക്ക് വിളിക്കും. കാരണം എന്താ? ഫൈന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ എന്ന് പറയുന്നത്, ആൾ കവിയും അൽ അമീനുമാണെന്ന് പറഞ്ഞത്. ഇത് രണ്ടും പൂരകമാകുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുക. ഒരാൾ കവിയാണ്, അമീൻ അല്ലെങ്കിൽ ഒരാൾ നല്ല മസിൽ പവറൊക്കെ ഉണ്ട്, ആൾ ഉഷാറാണ്, പക്ഷെ അയാൾ ആരല്ല? വിശ്വസ്തനല്ല എങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും മാഫി ഫായിദ. ഒരാൾ അമീനാണ്, പക്ഷെ അയാൾ കവിയല്ല, അശക്തനാണ് എങ്കിൽ അതുകൊണ്ടും കാര്യമല്ല. പിന്നെ അൽ കവി അൽ അമീൻ രണ്ടും കൂടി ആകുമ്പോഴാണ് എന്ത്? ആൾ യോഗ്യൻ. അതേപോലെ തന്നെയാണ് ഇൽമിൻ്റെ ഹിക്മത്തിൻ്റെ വിഷയം. ഒരാൾക്ക് കുറേ ഇൽമുണ്ട്, പക്ഷേ അയാൾക്ക് ഹിക്മത്തില്ല എങ്കിൽ ആ ഇൽമുകൊണ്ട് ആളുകളാകെ പഠിപ്പുകളെ അപേക്ഷിച്ച് നമ്മൾ പറയുന്നത് ഈ യാക്കൂബ് ഇബ്നു സിക്കീത്ത്, പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും അത്. ഇത് ചിലരുടെയൊക്കെ വിഷയത്തിൽ ഇതുപോലത്തെ ഉണ്ട്. ഒരു പിന്നെ ഖലീഫ, അബ്ബാസി ഖലീഫയാണ്. 2 മക്കൾ അയാളെ കണ്ണിലുണ്ണികളാണ്. അപ്പം പിന്നെ കൊട്ടാരത്തിൽ വന്ന ഈ യാക്കൂബ് ഇബ്നു സിക്കീത്ത്, അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനും കാര്യങ്ങളൊക്കെയാണ്.
ഈ കുട്ടികളെ ഉസ്താദുവാന്ന് തോന്നുന്നത്. അപ്പോൾ ഈ മക്കൾ ഖലീഫ മക്കളെക്കുറിച്ച് പറയാണ്, എൻ്റെ ഈ മക്കളാണോ അതല്ല അലിയാരുടെ മക്കൾ ഹസനും ഹുസൈനാണോ ഉത്തമം എന്ന് പറയണം. എൻ്റെ 2 മക്കളാണോ അതല്ല അലിയാരുടെ മക്കൾ ഹസനും ഹുസൈനാണോ ഉത്തമം. അലിയാരൊക്കെ മരിച്ചുപോയി, ഹസനും ഹുസൈനൊക്കെ മരിച്ചുപോയതിന് ശേഷം നടക്കേണ്ട സംഭവമാട്ടോ പിൽക്കാലത്ത്, അബ്ബാസിയുടെ ഖിലാഫത്തിൽ, വളരെ പിൽക്കാലത്ത്. അപ്പോൾ ഈ യാക്കൂബ് ബിൻ സിക്കീത്ത് പറഞ്ഞു എന്നാണ്, ഖംബർ ഖാദിമു അലി, അലിയാരുടെ ഖാദിം സേവകനുണ്ടല്ലോ, ഭൃത്യൻ, ഖംബർ ഹുവ അഫ്ദലു മിൻക വമിൻ ഇബ്നൈക എന്നാണ്. നിന്നെക്കാളും താങ്കളെക്കാളും താങ്കളുടെ 2 മക്കളെക്കാളും അലിയാരുടെ അടിമ മൗല ഖംബർ ശ്രേഷ്ഠാണെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും? ഖലീഫിനോട് പറയാണ്. ഖലീഫ അയാളെ പിടിച്ചിട്ട് കൊല്ലാൻ പറഞ്ഞു. അവിടെ തന്നെ ഖലീഫിൻ്റെ മുമ്പിൽ ഈ ഇതുണ്ടല്ലോ പരവതാനി, ആ പരവതാനിൻ്റെ ചുവട്ടിക്ക് തള്ളിയിട്ട് ചവിട്ടി കൂട്ടി എന്നാണ് പറയുമ്പോൾ. രാവിലെ ഇയാൾ കുട്ടികളുടെ ഉസ്താദും പണ്ഡിതനാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേന് അയാൾ ശവത്തിന് തുല്യമാണ്. അതെന്തുകൊണ്ടാണ്? ഇൽമ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പിന്നെ എന്ത് വേണം? ഹിക്മത്ത് വേണം. ഇതെങ്ങനെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. എൻ്റെ ഈ 2 മക്കളാണോ ഹസനും ഹുസൈനും ആണ് ഏറ്റവും ഉത്തമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വേള അയാൾ ഹസനും ഹുസൈനും റസൂൽദാൻ്റെ കണ്ണിലുണ്ണികളാണ്, റസൂൽദാൻ്റെ റൈഹാനത്താണ്, ഷബാബാസ് അഹ്ലുൽ ജന്നയാണ്, അതുകൊണ്ട് അവരാണ് ഉത്തമം എന്ന് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ പ്രതികരിച്ചത് എങ്ങനെയാണ്? പ്രതികരിച്ചത്, നിങ്ങളെ മക്കളോ അലിയാരുടെ അടിമ ഖംബർ നിങ്ങളെക്കാളും നിങ്ങളെ മക്കളെക്കാളും ഉഷാറെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിന് കിട്ടിയ പരിപാടി. നാം എപ്പോഴും പിന്നെ വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു ആയുധം കൂടിയാണ്. അറിവുണ്ടായാൽ പോരാ. ഇന്നലെ മുവത്തയിൽ ഒരു ഹദീസ് വായിച്ച്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ശിഷ്യന്മാരോടൊപ്പം പോവുകയാണ്. ശിഷ്യന്മാരോടൊപ്പം പോകുമ്പോൾ ഒരു പന്നി നടന്നുകൊണ്ട്, അക്രമക്കുമുള്ള ഒരു പന്നി നടന്നു കൊണ്ടുപോയി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നിന്നിട്ട് ഉംഫുദ് ബിസലാം എന്ന് പറയുന്നതാണ്. ഉംഫുദ് ബിസലാം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനത്തിൽ സുരക്ഷിതമായിട്ട് കടന്നു പോകൂ എന്ന് പറഞ്ഞു എന്നാണ്. ആരോട്? പന്നിയോട്. അപ്പോൾ ആളുകളാകെ അന്തം വിട്ട്, പന്നിയോടാണ് ഇങ്ങനെ പറയണതെന്ന്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്നി അഖാഫു അൻ ഉഅവ്വിദ ലിസാനി അലൻ തുഖിസ്സു, മോശ സംസാരം നടത്തുന്നത് എൻ്റെ നാവ് ശീലിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. മോശ സംസാരം നടത്തുന്നതിൽ എൻ്റെ നാവ് ശീലിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് പന്നിനെ കണ്ടപ്പോൾ ഉഫുദ് ബിസലാം എന്ന് പറഞ്ഞത്. പന്നി എരപ്പാളി എന്നല്ല പറഞ്ഞത്. പിന്നെ പന്നീനോട് മാന്യമായിട്ട് കടന്നു പോകാൻ പറഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ നാവ് അന്നുത്തുഖുസു, മോശ സംസാരം നടത്തുന്നത് ശീലിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണെന്നാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. പിന്നെ ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിച്ചൊരു ഹദീസാണത്. ആളുകൾ പിന്നെ ഉണ്ടല്ലോ ഈ ഇൽമിൻ്റെ ഹിക്മത്തിൻ്റെ വിഷയത്തിൽ അത് വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇൽമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഹിക്മത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പിന്നെ പ്രയാസകരമായ കേസുകൾ, നാറ്റ കേസുകൾ ആളുകളിൽ നിന്നുണ്ടാകും. ഞാൻ പിന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, അബുന്നജിം ഫضൽ ബിൻ ഖുദാമ എന്ന് പറഞ്ഞൊരു കവി നല്ല കവിയാണ്, ശക്തനായ കൊട്ടാരത്തിൽ സ്വാധീനമുള്ള പ്രാവീണ്യനായ കവിയാണ്. രാജസദസ്സുകളിലൊക്കെ ഇങ്ങനെ രാജാവ് പിന്നെ കൽപ്പിക്കാൻ മാത്രം ഒരാൾക്ക് സ്വാധീനം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കഴിവാണ് അത് അറിയിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഖലീഫ ഹിഷാമി ബിനു അബ്ദുൽ മലിക് അമവി ഖലീഫ പിന്നെ അസ്തമയ സമയം ചക്രവാളം വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇയാളോട്, ഈ കവിയോട്. അസ്തമയ സമയത്ത് ചക്രവാളം എങ്ങനെ ഉണ്ടാവും? സുന്ദരാവില്ലേ? അപ്പോൾ അത് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ അബുന്നജും ഫضൽ ബിൻ ഖുദാമ അത് വർണ്ണിച്ചത് എങ്ങനെ? വർണ്ണിച്ചത് സഫ്രാ ഉ കദ്കാദത്ത് വലമ്മ തഫ്അലി കഅന്നഹ ഫിൽ ഉഫ്ഖി ഐനുൻ അഹ്വലി എന്ന് പറഞ്ഞതാണ്. സൂര്യൻ അസ്തമിക്കാറായിട്ടുള്ളൂ. സഫ്രാ ഉ സൂര്യൻ എന്ന് പറഞ്ഞത്, സഫ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്തമയ സമയത്തുള്ള സൂര്യൻ്റെ അവസ്ഥയാണ്, വർണ്ണാണ്. സഫ്രാ ഉ കദ്കാദത്ത് വലമ്മ തഫ്അലി, ഇതുവരെ അസ്തമിച്ചിട്ടില്ല. കഅന്നഹ ഫിൽ ഉഫ്ഖ്, ആ സൂര്യൻ അസ്തമയ സൂര്യൻ ചക്രവാളത്തിൽ ഐനുൽ അഹ്വലി എന്നാണ്, കോങ്കണ്ണൻ ഉണ്ടായില്ലേ അയാളുടെ കണ്ണ് പോലെയാണ് എന്ന് പറയുന്നത്. ചില ഈ ഖലീഫക്ക് കോങ്കണ്ണയിന്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന് കോങ്കണ്ണായിരുന്നു. അസ്തമയ സൂര്യനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ മൂപ്പര് പറയാണ്, ഇങ്ങനെ സഫ്ര ആയിട്ടുണ്ട്, മഞ്ഞ വർണ്ണം പൂണ്ടിട്ടുണ്ട്, അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കാറായിട്ടുണ്ട്. പക്ഷേ ചക്രവാളത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ കോങ്കണ്ണുള്ള ഒരാളുടെ കോങ്കണ്ണ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് ആ ഖലീഫൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അയാൾക്ക് പണിയായി. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൽമ് അത് മാത്രമായതുകൊണ്ട് കാര്യമല്ല, ഹിക്മത്ത് അതിൻ്റെ കൂടെ പുറപ്പാകണം. അപ്പോഴാണ് ഒരു പിന്നെ ഇൽമുള്ള ഒരാൾക്കൊരു തികവിൽ
അതേപോലെ തന്നെ ഒരു നിറവിൽ, അതേപോലെ തന്നെ ഒരു കാര്യപ്രാപ്തിയും, അതേപോലെ തന്നെ ഒരു പരിഷ്കരണവും, അതേപോലെ തന്നെ ഒരു മാറ്റവും ഒക്കെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ഉദാഹരണമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ജീവിച്ച നാളിൽ ഇമാം മാലിക് എത്ര മഹോന്നതനായൊരു പണ്ഡിതനാണ്. അദ്ദേഹം മുഹദ്ദിസാണ്, അദ്ദേഹം ഫഖീഹാണ്, അദ്ദേഹം മുഫ്തിയാണ്, അദ്ദേഹം ഇമാമാണ്, ഖതീബാണ്. മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ സമക്ഷത്ത് അദ്ദേഹം ഇരുന്നിട്ട് സാഹിബ് ഹാദൽ ഖബർ, ഈ ഖബറിലുള്ള ആളെന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അത്ര മസ്ജിദുൻ നബവിയിൽ സ്വാധീനം ഉണ്ടായിരുന്ന അന്നത്തെ കാലത്ത് വലിയ പണ്ഡിതനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ഏതൊരു ഖലീഫ ആയാലും ശരിക്ക് വന്ന് നന്നായിട്ട് പ്രതികരിക്കുമായിരുന്നു, അവർക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അബ്ബാസി ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്തിന്? മുവത്ത ഇമാം മാലിക്കിൽ നിന്ന് കേൾക്കാൻ. അതേപോലെ തന്നെ ഹാറൂൺ റഷീദിൻ്റെ മക്കൾക്ക് ഇമാം മാലിക് ഈ മുവത്ത ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അങ്ങോട്ട്. ഇമാം മാലിക് അങ്ങനെ ഒരിക്കലും ഇമാം മാലിക് എന്ത് ചെയ്യില്ല, ആ രീതിയിലൊന്ന് ഇളകൂല, കാരണം അദ്ദേഹം യോഗ്യനാണ്. പക്ഷെ അദ്ദേഹം ഹാറൂൺ റഷീദ് അങ്ങനെ കൽപ്പിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്താ പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ ഇന്ന ഹാദൽ ഇൽം ഖദ് ഖറജ മിൻകും, ഈ വിജ്ഞാനം, ദീനീ വിജ്ഞാനം ഇത് നിങ്ങളിൽ നിന്നാണ് പ്രവഹിച്ചത്, ഇതിൽ തുടക്കം നിങ്ങളിൽ നിന്നാണ്. നബി കുടുംബം അബ്ബാസി അല്ലേ, ബനു ഹാഷിം കുടുംബമാണ്. നിങ്ങൾ ഹാഷിമികളിൽ നിന്ന്, നബി കുടുംബത്തിൽ നിന്നാണ് ഈ ഇൽമു വന്നത്. ഇൻ അസസ്തുമൂഹു അസ് വഇൻ അദ്ലൽതുമൂഹു ദൽ, ഈ വിജ്ഞാനത്തിന് നിങ്ങൾ പ്രതാപം കൽപ്പിച്ചാൽ വിജ്ഞാനം പ്രതാപം മുറ്റിയതായി. ഇതിനെ നിങ്ങൾ തന്നെ ഇകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രതാപം ചോർന്നു പോകുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അൽ ഇൽമു യുഅ്ത വലാ യഅതി, വിജ്ഞാനം അതിലേക്ക് ചെല്ലണം, അത് ആരുടെ അടുക്കലേക്കും വരൂല എന്നൊക്കെ പറഞ്ഞു. നോക്കി നിങ്ങൾ, ഈ അറിവ് ഇത് നിങ്ങളിൽ നിന്നാണ് പ്രവഹിച്ചത്. നിങ്ങൾ ഇതിന് പ്രതാപം കൽപ്പിച്ചാൽ ഇതിന് പ്രതാപം മുറ്റും, ഇതിൻ്റെ പ്രതാപത്തിന് നിങ്ങൾ കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രതാപം കെടും. ഇമാം മാലിക് ഇത് ഇങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ, ഹാറൂൺ റഷീദ് ഇമാം മാലിക്കിൻ്റെ അടുക്കിലേക്ക് വരികയാണ് മുവത്ത പഠിക്കാൻ വേണ്ടിയിട്ട്. ഇമാം മാലിക്കിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് ഇമാം മാലിക് മുകളിലിരിക്കുകയാണ്, ഹാറൂൺ റഷീദ് തായിരിക്കുകയാണ് ആളുകളോടൊപ്പം അല്ലേ. അതെന്താണ്? ഇൽമുണ്ടായതുകൊണ്ട് കാര്യമല്ല, ആ ഇൽമിനെ പ്രതിഫലിപ്പിക്കാൻ, ആ ഇൽമിനെ പകർത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ അതിനെന്തുണ്ട് വേണം, ഒരു ഹിക്മത്ത് അതുണ്ടാകണം എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ പടപ്പുകളുടെ അളവിൽ കേട്ടോ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല കാന അലീമൻ ഹക്കീമ എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇൽമുള്ളവനാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഹിക്മത്തുള്ളവനാണ്. എല്ലാ നന്മകളെക്കുറിച്ചും എല്ലാ അപകടങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഇൽമ് അതിനെ പ്രയോഗിക്കണം, അതേപോലെ തന്നെ അതിനെ നടപ്പിലാക്കണം, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നന്നാക്കറിയാം. അതുകൊണ്ട് തന്നെ ആരെ കേൾക്കണം, ആരെ കേൾക്കരുത്, എങ്ങനെ നിങ്ങൾ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർക്കാണ് അറിയാം, അള്ളാഹ്ക്കാണ് അറിയാം. അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഒരു അനുബന്ധമായിട്ട് ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ എന്നുള്ളത് ഉണർത്തുക. നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അത് സാധ്യമാണ്, ഇൽമുള്ളതോടൊപ്പം ഹിക്മത്ത് സാധ്യമാണ്. എത്ര പണ്ഡിതന്മാരൊക്കെ ഇപ്പം നമ്മൾ സലഫ് സാലിഹ്യങ്ങളായ ഉലമാക്കളൊക്കെ ഇൽമുള്ളവരുമാണ്, ഹിക്മത്തുള്ളവരുമാണ്. അതുകൊണ്ടല്ല അവരുടെ ഇൽമുകളൊക്കെ സ്വാധീനിച്ചതും അവർ പരിഷ്കർത്താക്കളായതും മാറ്റമുണ്ടാക്കുന്നവരായതൊക്കെ അല്ലേ. നവജാഗരണത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും നായകന്മാരൊക്കെ ഇൽമുള്ളവരാണ്, ഹിക്മത്തുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമായത്. വലാ തുതീൽ കാഫിരീന വൽ മുനാഫിഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നിരുപാധിക അനുസരണം പാടില്ല എന്നുള്ള വിഷയത്തിലല്ല, അനുസരിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളുണ്ടാവും. അത് ഏതായാലും അനുസരിക്കാൻ പാടില്ല. അതാണ് നമ്മൾ അന്യായത്തിൻ്റെ, അസത്യത്തിൻ്റെ, അക്രമത്തിൻ്റെ ഒക്കെ വിഷയങ്ങൾ. അതില്ല എങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പലരെയും അനുസരിച്ച വിഷയങ്ങളൊക്കെ അല്ലേ. കപട വിശ്വാസികളെ തന്നെ ചില വിഷയങ്ങളിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് സമ്മതിച്ച വിഷയങ്ങളൊക്കെ അല്ലേ. അതാണ് നമ്മളെ അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. വത്തബിഅ, താങ്കൾ അനുസരിക്കുക, അനുധാവനം ചെയ്യുക, പിൻപറ്റുകയും ചെയ്യുക. യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാ വത്തബിഅ, പിൻപറ്റുകയും ചെയ്യുക. എന്തിനെ? മാ യൂഹാ ഇലൈക്, യൂഹാ ഇലൈക്, താങ്കൾക്ക് വഹി നൽകപ്പെടുന്നു. മാ മന്ന മുസൂല യാതൊന്ന്, അത്
ഉമൂമിനെ അറിയിക്കുന്നതാണ്. താങ്കൾക്ക് വഹി നൽകപ്പെടുന്നതെല്ലാം വത്തബി പിൻപറ്റുകയും ചെയ്യുക. താങ്കൾക്ക് വഹി നൽകപ്പെടുന്നതെല്ലാം പിൻപറ്റുക. എവിടുന്ന് വഹി നൽകപ്പെടുന്നത്? എവിടുന്ന്? മിർ റബ്ബിക് താങ്കളുടെ റബ്ബിൽ നിന്ന്. താങ്കളുടെ റബ്ബ്, ജനങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞില്ല, പടപ്പുകളുടെ റബ്ബ് എന്ന് പറഞ്ഞില്ല. പിന്നെ താങ്കളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ബഹുമാന ആദരവാണ്. റബ്ബിനെ താങ്കളിലേക്ക് റബ്ബിക്ക ഈ ഇദാഫത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാന ആദരവിനാലുള്ള ഇദാഫത്താണ്. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക് താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് വഹി നൽകപ്പെടുന്നതെല്ലാം താങ്കൾ ഇത്തബിഅ ഏതിൽ നിന്നാണ്? ഇത്തബിഅയിൽ നിന്നാണ്. തബ എന്ന് പറയും അറബി ഭാഷയിൽ നിഴലിന്. എന്തിനാ നിഴലിന് തബ എന്ന് പറയുന്നത്? നിഴൽ സദാ നിഴൽ ആരപ്പുണ്ടാവും? ആരുടെ നിഴലാണോ അതുപോലെ ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിൻ്റെ നിഴലായിരുന്നു എന്നൊക്കെ പറയില്ലേ, നിഴൽ. അതാണ് അതിനാണ് ഇത്തബിഅ, ഇതിൽ നിന്നാണ് ഇത്തബ വന്നത്. അപ്പോൾ പിന്തുടരൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. സദാ പിന്തുടരണം കൃത്യമായി. തബീഉ എന്ന് പറയും. ഞാനൊരു ഹദീസ് പറയാം, അതിൻ്റെ ഫീ കുല്ലി സലാസീന തബീഉൻ വഫീ കുല്ലി അർബഈന മുസിന്നത്തുൻ. ഒരു ഹദീസുണ്ട്, ഫീ കുല്ലി സലാസീൻ എല്ലാ 30-ലും തബീഉൻ ഒരു തബീഉൻ, വഫീ കുല്ലി അർബഈൻ എല്ലാ 40-ലും മുസിന്നത്തുൻ ഒരു മുസിന്നത്തും ആണ്. എവിടെ? സക്കാത്തിൻ്റെ വിഷയത്തിൽ. ആരുടെ സക്കാത്ത്? ആരുടെ സക്കാത്തിൻ്റെ വിഷയത്തിൽ? ബഹീമത്തുൽ അൻആമിൽ എല്ലാ 30-ലും അങ്ങനെയല്ലല്ലോ. ഫീ കുല്ലി സലാസീൻ എല്ലാ 30 മാടുകളിലും, മാട് പശുക്കളിൽ, തബീഉൻ ഒരു തബീഇനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വഫീ കുല്ലി അർബഈൻ എല്ലാ 40 എണ്ണത്തിലും മുസിന്നത്താണ് കൊടുക്കേണ്ടതെന്നാണ്. ഒരാൾക്ക് 30 പശുക്കൾ മേഞ്ഞു തിന്നുന്ന രീതിയിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടി ഉള്ളതാണ് എങ്കിൽ 30 പശുക്കൾക്ക് ഒരു തബീഇനെ കൊടുക്കണമെന്നാണ്. തബീഇ എന്ന് പറഞ്ഞെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവ്. 1 വയസ്സ് കഴിഞ്ഞ് 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവാണ് തബീഇ. അതിൻ്റെ പ്രത്യേകത എന്താ? അതുവരെയുള്ള അതിൻ്റെ പ്രത്യേകത എന്താ? എപ്പോഴും മനം മൂട്ടിലുണ്ടാവും, മരം വേർപിരിയില്ല, അതിൻ്റെ തള്ളനെ വേർപിരിയില്ല. തബീഇ പാൽ കുടിച്ചും ഒപ്പം ഉണ്ടാവും. തബീഇൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് 1 വയസ്സ് തികഞ്ഞ 2-ാം വയസ്സിലേക്ക് പ്രവേശിച്ചതിനെ തബീഇ എന്ന് പറയുന്നത്. അത് ഉമ്മനെ അതിൻ്റെ തള്ളനെ പിന്തുടരും എന്നതിനാൽ എപ്പോഴും. ചിലപ്പോൾ ഒരു വേള പാലൊക്കെ കൊടുക്കുന്നത് നിർത്താൻ തള്ള നോക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും വിടാതെ കൂടും. മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികഞ്ഞ് 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പശു. 2 തികഞ്ഞിട്ട് 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ച പശു. ഒരാൾക്ക് 40 പശുക്കളുണ്ട് ജക്കാത്ത് കൊടുക്കാൻ അർഹമായ പശുക്കളെങ്കിൽ അതിൽ ഒരു മുസിന്നയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത്. 2 വയസ്സ് കഴിഞ്ഞ് 3-ാം വയസ്സിലേക്ക് പ്രവേശിച്ച കിടാവിന് ജക്കാത്ത് കൊടുക്കണം. അതാണ് തബീഇ. ഞാൻ പറഞ്ഞത് ഈ തബീഇ എന്നതിൻ്റെ ആ ഒരു പ്രത്യേകത പറയാനാണ്. ഇതിൽ നിന്നൊന്നാണ് താബിഈങ്ങളൊക്കെ, താബിഈൻ ഒക്കെ ഇതിൽ നിന്നൊന്നാണ്. സഹാബികളെ കണ്ട് സഹാബികളെ പിന്തുടരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. അതേപോലെ തബീഇ എന്ന് പറയും. തബീഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിമകൾക്ക് അല്ലെങ്കിൽ മൗലകൾക്ക്, ഭൃത്യന്മാർക്ക് പറയും തബീഇ. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തആല അൻഹു ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സന്ധിച്ച വിഷയമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ഹുദൈബിയ സന്ധിയിൽ ബയ്യത്ത് സ്വീകരിക്കണ്ടല്ലോ, മരണത്തിന് ബയ്യത്ത് സ്വീകരിക്കുമ്പോൾ റസൂലുള്ളാഹി 3 തവണ ബയ്യത്ത് സ്വീകരിച്ച ആളാണ് സലമത്ത് ബിനുൽ അക്വ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, സലമ നിങ്ങൾ ബയ്യത്ത് ചെയ്യുന്ന അറിയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി ഞാൻ ആദ്യം ബയ്യത്ത് ചെയ്തിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട് 2-ാമതും ബയ്യത്ത് ചെയ്യാൻ പറയുന്നുണ്ട്, 2-ാമതും ബയ്യത്ത്. പിന്നെ റസൂലുള്ളാഹി വീണ്ടും സലമയെ കാണുന്നുണ്ട്. നിസ്ലാസൽമാ തങ്ങൾ അദ്ദേഹത്തിന് അമ്പും ആയുധങ്ങളും കൊടുത്തിരുന്നു. പിന്നെയും കാണുമ്പോൾ പറയുന്നത് യാ സലമത്ത് സൽമ ബയ്യത്ത് ചെയ്യുന്ന അറിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് യാ റസൂലല്ലാഹ്, പിന്നെ ഞാൻ ആദ്യം ബയ്യത്ത് ചെയ്തു, പിന്നെ ഔസത്തിൽ ഇടയിൽ വന്ന് ബയ്യത്ത് ചെയ്തു. അപ്പോൾ റസൂൽ പറയുന്നുണ്ട് ഇനിയും ബയ്യത്ത് ചെയ്യാൻ പറയണ്ട. അപ്പം 3-ാമതും ബയ്യത്ത് ചെയ്യുന്നുണ്ട് സലമത്ത്. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്ന ആയുധമൊക്കെ ഇവിടെ? ജഹഫത്ത് എന്നോ ഹജഫത്ത് എന്നാ പറയാം. ആയുധങ്ങളൊക്കെ എവിടെയും ചോദിക്കുന്നു. ഇപ്പം അത് ഞാൻ എൻ്റെ അമ്മനെ കണ്ട്, എൻ്റെ അമ്മ അദ്ദേഹത്തിന് ഒരു ആയുധം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അസബായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന് അതൊന്നായിട്ട് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും പിന്നെ ആയുധങ്ങൾ കൊടുത്തു, അമ്പുകൾ കൊടുത്തു. അങ്ങനെയൊക്കെ പറയുന്ന ഒരു ചരിത്രം, ഒരു സലമയുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ചരിത്രമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ കുന്തു തബീഅൻ ലി തൽഹത്ത ഇബ്നു ഉബൈദില്ല, ഞാൻ തൽഹത്ത് ഇബ്നു ഉബൈദില്ലൻ്റെ ഒരു തബീആയിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളെയൊക്കെ പിന്നെ പരിചരിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. തബീഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഖാദിമായിട്ട് പിന്തുടരുന്ന വ്യക്തി എന്നാണ്.
ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തബ എന്നുള്ള ക്രിയ ഉണ്ടല്ലോ, അത് ഈ തബയിൽ നിന്ന് വിൽപ്പന്നമാണ്. മനസ്സിലായി? അത് അറിയിക്കുന്നത് എന്താണ്? ആ പ്രയോഗം അറിയിക്കുന്നത് നമ്മൾ പറയില്ലേ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അല്ലേ? അതൊരു ആശ്ചര്യ വർത്താനമല്ല, അത് കൃത്യമായിട്ടുള്ളൊരു വർത്താനമാണ്. കൃത്യമായിട്ടുള്ള പിന്തുടരൽ അതാണ് ഇത് അർത്ഥാക്കുന്നത്. വത്തബി ശാസ്ത്രമാത്രങ്ങളോട് പറയുന്നത് തബിയ എന്താണ്? മാ യൂഹ ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് വഹ്യ് നൽകപ്പെടുന്നതെല്ലാം പിന്തുടരാൻ പറയുന്നു കൃത്യമായിട്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ചില സൂഫികൾ പറയാണ്, ഞങ്ങൾക്ക് എന്തില്ല, ഞങ്ങൾക്ക് പിന്നെ എല്ലാം ബാധകമല്ല, ഞങ്ങൾക്കെല്ലാം ബാധകമല്ല, ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ പുറത്താണ്, എല്ലാം പുറത്താണ്, നിസ്കരിച്ചില്ല. അപ്പോൾ നിസ്കാരം എന്താ? നിസ്കാരം ഞങ്ങൾക്ക് നിസ്കാരമല്ല, ഞങ്ങൾ തക്ലീഫില്ല, ഞങ്ങളതിൽ നിന്നൊക്കെ പുറത്താണ് എന്നാ പറയാം. അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു പറയണ സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തബി മാ യൂഹാ ഇലൈക മിർ റബ്ബിക്, എന്നിട്ട് പറയാണ് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഖബീറാകുന്നു. ഖബീർ എന്നുള്ളത് ഉണ്ടല്ലോ, ഖിബ്രത്ത് മുൻതഹൽ ഇൽമാണ്. മുൻതഹൽ ഇൽം എന്താ? മുൻതഹൽ ഇൽം എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ സാഹിത്യ ഭാഷ പരമകാഷ്ഠ എന്നാണ്. വിജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാണ് പിന്നെ ഖിബ്രത്ത്, അങ്ങേയറ്റം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിമാ തഅമലൂന ഖബീറൻ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ പിന്നെ പ്രവർത്തിക്കുന്നതിന് ഖബീർ എന്ന് പറഞ്ഞെങ്കിൽ സൂക്ഷ്മമായി, അത് ഏതറ്റം വരെയാണോ ഉള്ളത് ആ അറ്റം വരെ തികഞ്ഞ സൂക്ഷ്മമായ അറിവുള്ളവൻ എന്നാണ്. നമ്മൾ ഫസ്അൽ ബിഹി ഖബീറ എന്നുള്ള കാര്യത്തിൻ്റെ ഒക്കെ വിശദീകരണം വന്നല്ല നമുക്ക്. വത്തബി മാ യൂഹാ ഇലൈക മിർ റബ്ബിക് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. ഈ മാ യൂഹാ വഹി നൽകപ്പെടുന്നതെല്ലാം അത് വിശ്വാസപരമായ കാര്യങ്ങളിലാകട്ടെ, ആരാധനാപരമായ കാര്യങ്ങളിലാകട്ടെ, പെരുമാറ്റങ്ങളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, മറ്റു പിന്നെ സ്വഭാവ മര്യാദകളുമായി എന്ത് വിഷയത്തിലും, ഏതേത് വിഷയത്തിലാണോ അതിലൊക്കെയും അള്ളാഹു വഹ്യ് നൽകുന്നത് എന്തുണ്ടോ അതൊക്കെ പിൻപറ്റാനുള്ള കൽപ്പനയാണ്. അത് നമ്മൾ പറയില്ലേ, ഇത് തംബീഹും ബിൽ ആല അലൽ അദ്നയാണ്. തംബീഹും ബിൽ ആല, അത്യുന്നതയിൽ നിൽക്കുന്ന ആളെ മുന്നിൽ നിർത്തിയിട്ട് താഴെക്കടയുള്ളവരോടുള്ള ഉത്ബോധനമാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയി ഇറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത് സ്ഥലം പിന്നെ ഈ ജലശേഖരങ്ങളുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്താണ് ഇറങ്ങിയത്. അപ്പോൾ ഹുബാബ് ഇബ്നുൽ മുൻദിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ, റസൂലേ, ഇത് അള്ളാഹു വഹ്യ് നൽകിയതനുസരിച്ചാണോ നിങ്ങളുടെ യുദ്ധതന്ത്രം എന്ന നിലക്കാണോ? അൽ ഹർബു വൽ മക്കീദ, യുദ്ധത്തിൽ തന്ത്രം ഉണ്ടല്ലോ, യുദ്ധതന്ത്രം എന്ന നിലക്കാണോ ഇവിടെ ഇറങ്ങിയത്? അത് അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരമാണോ ചോദിക്കുകയാണ്. കാരണം എന്താ? അള്ളാഹിൻ്റെ വഹ്യ് പ്രകാരമാണ് എങ്കിൽ മാറ്റല്ല. അപ്പോൾ റസൂൽ പറയാണ് ബൽ ഹിയൽ ഹർബു വൽ മക്കീദ, ഇത് യുദ്ധതന്ത്രം എന്ന നിലക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ എങ്കിൽ മൻസിൽ, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇതല്ല, നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം അവിടെയാണ്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ വിന്യസിപ്പിച്ച സ്ഥലത്ത് നിന്ന് മാറ്റി പിന്നെ അടുത്ത സ്ഥലം ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് മാറിയിട്ട് എന്ത് ചെയ്തു? അവിടേക്ക് നീങ്ങി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതിനോടടുത്ത് ഒരു ജലസ്രോതസ്സിനെ നിലനിർത്തി ബാക്കിയുള്ളതിനൊക്കെ അടച്ച് എന്ത് ചെയ്തു? മുസ്ലിം സൈന്യം വർത്തിച്ച്. അതാണ് ബദർ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം, അള്ളാഹുവിൻ്റെ ഫضലിന ഉണ്ടായത്. അപ്പോൾ അവിടെ ആ ചോദ്യം നോക്കി നിങ്ങൾ, ഇത് അള്ളാഹിൻ്റെ വഹ്യാണോ എന്നുള്ളതാണ്. വത്തബി മാ യൂഹാ ഇലൈക മിർ റബ്ബിക് ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. വതവക്കൽ അലല്ലാഹ്, എന്താ വതവക്കൽ അലല്ലാഹ്? അള്ളാഹുവിൽ താങ്കൾ ഭരമേൽപ്പിക്കൂ. ഇതൊക്കെ ഇതേപോലെ തന്നെ ഉണ്ട്. ഇത്തഖില്ലാ വത്തബി തവക്കൽ ഒക്കെ തംബീഹും ബിൽ അഅല ഇല അലൽ അദ്ന. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ താങ്കൾ തവക്കുലാക്കൂ. വകഫാ ബില്ലാഹി വകീല, ദാ വകഫാ ബില്ലാഹ്, അള്ളാഹു മതിയാകുന്നു. ആരായിട്ട്? വക്കീലൻ, വക്കീലായിട്ട്. എന്താ തവക്കുൽ? തവക്കുൽ ഭരമേൽപ്പിക്കലല്ലേ? ഭരമേൽപ്പിക്കൽ എങ്ങനെ? അതിൽ ഖൽബ് മതിയോ? അതല്ല, തവാക്കുലും തവക്കുലും ഉണ്ടല്ലോ. തവാക്കുലുണ്ട്,
പിന്നെ തവക്കുലും ഉണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? തവക്കുലാണ്. തവക്കുലാകാൻ കൽബ് പ്രധാനമാണ്. കൽബാണ് അള്ളാഹുവിലെ ഏൽപ്പിക്കേണ്ടത്, സമർപ്പിക്കേണ്ടത്. പക്ഷേ കൽബിൻ്റെ മാത്രം പ്രവൃത്തി പോരാ, പിന്നെയോ നമ്മളുടെ അവയവങ്ങൾ കൂടി വർത്തിക്കണം, സഹകരിക്കണം, ചെയ്യണം. അമലുൽ ജവാരി, അവയവങ്ങളുടെ കർമ്മങ്ങൾ ഉണ്ടാകണം, കൽബിൻ്റെ സമർപ്പണം ഉണ്ടാകണം തവക്കുലിൽ. അപ്പോഴേ തവക്കുലാകും. അള്ളാഹു സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, കാര്യകാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബുകൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് എന്ത് കൽബിൽ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ തവക്കുലിനെ ചിത്രീകരിച്ച് യഥാർത്ഥ തവക്കുൽ എങ്ങനെ പറഞ്ഞ് ഈ അക്കൽ ഹാവ തവക്കൽ എന്നാണ്. ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുലാക്കാൻ പറഞ്ഞാൽ അതിലേറെ വലിയൊരു ചിത്രീകരണം ഉണ്ട്. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖകും കമാ യർസുഖുത് തയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന എന്നാണ്. പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ തിന്നാൻ തരുമായിരുന്നു എന്നാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? തഗ്ദു ഖിമാസൻ, എന്താ വിശന്ന വയറുമായി പക്ഷി പാറുന്നു പ്രഭാതത്തിൽ. പിന്നെ വതറൂഹു ബിതാനൻ, നിറഞ്ഞ വയറുമായി പക്ഷി തിരിച്ചു പാറുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ പക്ഷി കൂട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹു റസാഖാണ്, അള്ളാഹു റാസിഖാണ്, തരുമെന്ന് പറഞ്ഞു. പിന്നെ പക്ഷി പാറുന്നുണ്ട്, തീറ്റ അന്വേഷിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് തറൂഹ് ബിതാനൻ, നിറഞ്ഞ വയറിൽ അത് തിരിച്ചു പാറുന്നത്. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ, നമ്മളുടെ തവക്കുൽ അത് അള്ളാഹു നിശ്ചയിച്ച സബബുകളെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടായിരിക്കണം. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ അധ്വാനമാണ്. എന്നിട്ട് പിന്നെന്ത് ചെയ്യണം? തവക്കുലിൽ നമ്മളുടെ കൽബിൻ്റെ എന്ത് വേണം? സമർപ്പണം വേണം. അതാണ് തവക്കുൽ. സബബുകളെ തേടുന്നില്ല, കൽബ് കൊണ്ട് സമർപ്പിക്കുന്നുണ്ട്. സബബില്ല, ഇതില്ല, പിന്നെയോ കൽബ് കൊണ്ട് തേടുന്നുണ്ട് എങ്കിൽ അതിനാണ് തവാക്കുൽ എന്ന് പറയുക. തവാക്കുൽ അത് ശരിക്കും അന്യാശ്രയമാണ്. അന്യാശ്രയം. യമനിൽ നിന്ന് ചില ഹാജിമാർ ഹജ്ജിന് വന്ന് ഒന്നുമില്ലാതെ വരിക. എന്നിട്ട് അവരോട് പറയാണ്, ഞങ്ങൾ ഹാജിമാരാണ്, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരാണെന്ന് പറയുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യില്ല, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരല്ല. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരാണെങ്കിൽ അവരെന്തായിട്ടാണ് വരിക? ഭക്ഷണമായിട്ടാണ് വരിക, യാത്രാ സാമഗ്രികളും സാധനങ്ങളായിട്ടാണ് വരിക, പാതയായിട്ടാണ് വരിക. അതില്ലാതെ ഞങ്ങൾ തവക്കുലാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് ശൂന്യഹസ്തരായിട്ട് വരുമ്പോൾ അവർ ശരിക്കും അന്യാശ്രയക്കാരാണ്. അവർ തവക്കുലിൻ്റെ ആളുകളല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. വരുമ്പോൾ പാതയായിട്ട് വരാൻ പറഞ്ഞത്, യാത്രാ ഭക്ഷണമായിട്ട് വരാൻ പറഞ്ഞത്. തവാക്കുലല്ല, തവക്കുലാണ്. ഞാൻ തഫ്സീർ വായിച്ചപ്പോൾ മുത്തവല്ലി ഷാറാവി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാണ്. മുത്തവല്ലി ഷാറാവിയും കൂട്ടരും ഒരു വഴിയെ നടന്നു പോവാണ്. അപ്പോൾ അവർ പോകുന്ന വഴീൻ്റെ എതിർവശത്ത് ഒരു ബ്ലൈൻഡ്, കണ്ണ് കാണാത്തൊരു മനുഷ്യന്, ഒരു സാധു ഇങ്ങനെ വഴി കിടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വാഹനമൊക്കെ പോണ വഴിയാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഷാറാവി പറഞ്ഞു കൂട്ടുകാരനോട് അയാളെ ഇങ്ങോട്ട് എത്തിക്കാൻ, ഇങ്ങോട്ട് കിടത്തി വിടാൻ. അപ്പോൾ ഈ കൂട്ടുകാരൻ പോയിട്ട് എന്ത് ചെയ്ത് അയാളെ കൈ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കിടത്തി വിട്ട്. അപ്പോൾ അയാൾ വളരെ സാധുവാണ്, ബ്ലൈൻഡാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കിടത്തി വിട്ടിട്ട് ചോദിച്ചു എവിടേക്കപ്പോൾ ഉണ്ടെന്ന് ചോദിച്ച്. അപ്പോൾ ഇയാൾ ഈ ഭാഗത്ത് കുറേ വീടുകളാണ്. അപ്പോൾ ഇയാൾ പറയാണ്, ബ്ലൈൻഡ് പറയാണ്, ഇന്ന നമ്പർ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്ന് പറയാണ്. അപ്പോൾ ഏതായാലും അങ്ങോട്ട് വഴിയേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഒരു 10 ജുനൈഹ് എടുത്ത് കൊടുത്തെന്നാണ്. സാധുവല്ലേ, 10 ജുനൈഹ് എടുത്ത് കൊടുത്തെന്ന്. മനസ്സിലല്ലേ? അപ്പോൾ ഈ ബ്ലൈൻഡ് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നത്, അല്ലാഹ് ലാ യസ്തഹീലു അലൈക ശൈഉൻ അബദൻ, അള്ളാഹുവേ നിനക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാണ്, വന്ന വഴിക്ക് തന്നെ ഇയാളെ തിരിച്ച് ആക്കാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങോട്ട് തന്നെ തിരിച്ചാക്കാൻ പറയണം. അപ്പോൾ അയാൾ എന്തിനാണ് പോണത്? അയാൾക്ക് 10 ജുനൈഹ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ടത് യാചിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അയാളെ ആ നടത്തത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അയാൾക്ക് അറിയില്ല. പക്ഷെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് അയാൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാണ്ട് പോണത്. പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്ത മാത്രമേ എന്ത് അയാൾക്ക് ഈ
10 ജുനൈഹ് കിട്ടുകയാണ്. അപ്പോൾ അയാൾ ഉടനെ അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചിട്ട് നിനക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങോട്ട് കൈ പിടിച്ചാക്കിയ ആളോട് തന്നെ പറയണം തിരിച്ചങ്ങോട്ടാക്കാൻ. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവന് വഖഫ ബില്ലാഹി വക്കീല. അവൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള വക്കീലായി അള്ളാഹു മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാഠം. അത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുത്തവല്ലിയ ഷാറാവി എഴുതിയത് ഞാൻ വായിച്ചു. അല്ലാഹു മുസ്തആൻ. അൽഹംദുലില്ലാ. ഞാനിതിൻ്റെ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പറയാം ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.